മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗമായാൽ മുഅവ്വിദത്താനി അഥവാ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതി മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഇത് രോഗത്തിന് പ്രതിവിധിയാണ് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കിയിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണാസന്ന സമയത്ത് പനി ബാധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നിരുന്ന നേരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൂറത്തുൽ ഫലക്കും സൂറത്തും നാസും ഓതി നബി തങ്ങളുടെ ശരീരത്തിലേക്ക് ഊതി കൊടുക്കുന്നുണ്ട്. ശേഷം തങ്ങളുടെ കൈ തന്നെ എടുത്ത് ശരീരമാകെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തടവുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്റെ കൈയിനേക്കാൾ ബറക്കത്തുള്ള കൈ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയാണല്ലോ. നോക്കൂ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിന്റെ ബറക്കത്തിനെ മനസ്സിലാക്കുന്നു. അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. മഹാന്മാരായ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ആസാറുകൾക്ക് പവിത്രതയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം തെളിവെന്താണ് വേണ്ടത്? ആസാറുകളിലൂടെ അതുകൊണ്ട് ബറക്കത്തെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണം.